പെരും നുണകളാൽ കെട്ടിപ്പൊക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സൈദ്ധാന്തികമായി കള്ളങ്ങൾ പറഞ്ഞു പൊതുബോധങ്ങൾ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ പുതിയ കാലത്ത് അതിന് കഴിവില്ലാത്ത കുറേ നേതാക്കൾ പച്ചക്ക് വന്ന് കള്ളം പറയുന്നു. പറയുന്ന കള്ളം പിടിക്കപ്പെട്ടാലും ഒരു ജാള്യതയുമില്ലാതെ പിന്നെയും അതിനെ ന്യായീകരിക്കുവാനും അവർക്ക് ഒരു മടിയുമില്ല. പുതിയ കാലത്തെ PR നിർമ്മിതികളിലെ ഏറ്റവും ഫേക്കായ ഒരു നേതാവാണ് ശ്രീമതി ശൈലജ. അത് അവർ പല കുറി തെളിയിച്ചിട്ടുമുണ്ട്. ഇന്നലെ തന്നെ നോക്കൂ, കുറേ സാധുക്കളായ നിഷ്കളങ്കരായ തൊഴിലുറപ്പ് തൊഴിലാളികളായ അമ്മമാരോട് എത്ര മനസ്താപമില്ലാതെയാണ് തൊഴിലുറപ്പ് പദ്ധതി CPM കൊണ്ടുവന്നതാണ് എന്ന് കള്ളം പറയുന്നത്. കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും അങ്ങനെ ഒരു കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. ഓണത്തിന് അലവൻസ് തരുന്നത് കേരളത്തിൽ മാത്രമാണെന്നും മറ്റൊരു സംസ്ഥാനത്തും അത് ഇല്ല എന്നും അതിന് കാരണം LDF സർക്കാരാണെന്നുമൊക്കെ പറയുന്നത് മണ്ടത്തരമാണെന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ആ സാധു അമ്മമാരുടെ നിസ്സഹായതയും പ്രാരാബ്ധത്തെയും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് വോട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണ്. പെൻഷൻ വാങ്ങി തിന്നിട്ട് നന്ദികേട് കാണിച്ചു എന്ന് MM മണി പറയുന്നതിൻ്റെ നാടകീയ വേർഷനാണ് ശ്രീമതി ശൈലജ പറയുന്നത്. ഈ പെരും നുണകൾ ഈ നാട് തിരിച്ചറിയും എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഞാനിത് വായിക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ട് വെറും 4 മണിക്കൂറാണ് കഴിഞ്ഞിരിക്കുന്നത്. 4 മണിക്കൂറിൽ 10K ലൈക്ക് അയാൾക്കുണ്ട്, 6.4K കമൻസ് ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്, 1.6K ഷെയറുകൾ അതിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കയ്യിൽ ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്താണുള്ളത്? ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ നൽകിയത് ഞങ്ങളാണ്, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഞങ്ങളാണ്, ഓണത്തിന് അലവൻസ് നൽകുന്നത് അത് ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഓണം മലയാളിക്ക് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ മറ്റുള്ള ഒരു സംസ്ഥാനത്തും ഓണമില്ല. അപ്പോൾ ശൈലജ പറയാണ് ഓണത്തിന് അലവൻസ് കൊടുക്കുന്ന ഒരേ ഒരു സർക്കാർ കേരള സർക്കാരാണ്. അപ്പം ഇത് അറിയാഞ്ഞിട്ടല്ലോ, ഇതിനെക്കുറിച്ച് ബോധമില്ലാഞ്ഞിട്ടല്ലോ പാവങ്ങളെ ചൂഷണം ചെയ്യുക, പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുക, അതും നിഷ്കളങ്കരായ നിരാലംബരായ പട്ടിണി പാവങ്ങൾ, മറുവാക്കുകൾ ഇല്ലാത്ത മറു ചോദ്യങ്ങളില്ലാത്ത നിഷ്കളങ്കർ, വലിയ നിഷ്കളങ്കർ, അത്രയും പ്രായമായ അമ്മമാർ. ആ അമ്മമാരോട് പറയാ ഓണത്തിന് അലവൻസ് ഈ രാജ്യത്ത് കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. പാവങ്ങൾ അല്ലേ? കാരണം എന്താ, ഈ രാജ്യത്ത് ഓണം തന്നെ ഉള്ളത് ഈ കേരളത്തിൽ മാത്രമാണ്. ഇത് മലയാളിയുടെ ആഘോഷ, അത് തമിഴനിക്ക് ഓണമില്ല അല്ലേ? മറാഠിക്ക് ഓണമില്ല, ബീഹാറുകാരന് ഓണമില്ല, ഒഡീഷക്കാരന് ഓണമില്ല, കശ്മീരിക്ക് ഓണമില്ല, അസമിൽ ഓണമില്ല, മിസോറാമിൽ ഓണമില്ല, മേഘാലയയിൽ, ഉത്തരാഖണ്ഡിൽ, ഛത്തീസ്ഗഡിൽ, മണിപ്പൂരിൽ ഇവിടെയൊന്നും ഓണമില്ല. ഓണം എവിടെയുള്ളത്? മലയാളിക്ക് മാത്രം. അപ്പം പറയാണ് ഓണത്തിന് അലവൻസ് കൊടുക്കുന്ന ഒരേ ഒരു സർക്കാർ. എന്താ കാര്യം? 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയൻ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് ആ പിണറായി വിജയന് താൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കയ്യിൽ ഒന്നുമില്ല, ഓട്ടക്കൈയാണ്, കൈ കാലിയാണ്, പോക്കറ്റും കാലിയാണ്, പറയാനൊന്നുമില്ല, നേട്ടങ്ങളില്ല, വികസന പ്രവർത്തനങ്ങളില്ല, ക്ഷേമ പ്രവർത്തനങ്ങളില്ല, ഒന്നും തന്നെയില്ല. എല്ലാം വട്ടപൂജ്യത്തിൽ നിൽക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ പിണറായി വിജയന്റെ കുട്ടിയാക്കാനുള്ള ശ്രമം.
ഇത് നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാ. വിഴിഞ്ഞത്ത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യൻ ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയപ്പോൾ 6000 കോടിയുടെ അഴിമതിയാണെന്ന് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ പിണറായി വിജയൻ, ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവുകൾ തോറും പ്രസംഗിച്ച് നടന്ന VS അച്യുതാനന്ദൻ. അപ്പോൾ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ആ പദ്ധതി സാക്ഷാത്കരിച്ചപ്പോൾ പിണറായി വിജയൻ പറയാ ഇത് എൻ്റെ കുട്ടിയാ അല്ലേ. ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ പദ്ധതി അതും എൻ്റെ കുട്ടിയാ. എന്നിട്ട് പച്ചക്കള്ളം പറയാ ഞങ്ങൾക്ക് 60 അംഗങ്ങളുണ്ടായിരുന്നു പാർലമെൻറ്റിൽ അന്ന്. CPM-ന് ചരിത്രത്തിൽ, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ 60 MLA MP-മാർ ഈ പറയുന്ന CPM-ന് ഉണ്ടായിട്ടില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഒന്നടങ്കം. ഏറ്റവും ടോപ്പ് അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 45. ഇത് പാർലമെൻറ്റിൻ്റെ രേഖകളിൽ ഇപ്പോഴും അങ്ങനെ നിൽക്കുക. എന്നിട്ട് ആ പാവങ്ങളോട് ഈ ശൈലജ പറയാ, എന്താ പറയണേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പാവങ്ങളെ, നിഷ്കളങ്കരായ അമ്മൂമ്മമാരെ, മുത്തശ്ശിമാരെ പറഞ്ഞു പറ്റിക്കുക. പറഞ്ഞു പറ്റിക്കുക. ഏതുപോലെ? PM ശ്രീയിൽ ഒപ്പിടില്ല ഞങ്ങൾ. PM ശ്രീ RSSന്റെ അജണ്ടയാണ്, വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണമാണ്, മോഡിയുടെ ഗൂഢാലോചനയാണ്, സംഘ് പരിവാറിൻ്റെ അജണ്ടയാണ്, നാഗ്പൂരിൽ നിന്നുള്ള അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചും എഴുതിയും നടന്ന ആളുകൾ രാത്രിക്ക് രാത്രി പോയിട്ട് പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടുക. തലയിൽ മുണ്ടിട്ടിട്ട്. ആരാ പാലമുണ്ടാക്കിയത്? ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന RSSന്റെ ഒറ്റുകാരൻ. ഒപ്പിടാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയെ പറഞ്ഞു വിട്ടത് ശിവൻകുട്ടിയും രാജാവ് പിണറായി വിജയനും ചേർന്നുകൊണ്ട്. എന്നിട്ടോ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഈ ഒപ്പിട്ട് പിറ്റേ ദിവസവും ശിവൻകുട്ടി പറയുന്നത് എന്താ? ഇത് RSSന്റെ അജണ്ടയാണ്. ഒപ്പിട്ട് കഴിഞ്ഞിട്ടും ഇവരുടെ മാസികയിൽ ശിവൻകുട്ടി അഭിമുഖം കൊടുക്കുകയാ. ആ അഭിമുഖത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് പുറത്തിറങ്ങിയ CPM-ന്റെ മാസികയിൽ പറയുന്നു ശിവൻകുട്ടി ഇത് RSSന്റെ അജണ്ടയാണെന്ന്. എപ്പോഴാ പറയുന്നത്? ഒപ്പിട്ട് കഴിഞ്ഞ് പിറ്റേന്നിറങ്ങിയ മുഖപ്രസംഗത്തിൽ, അല്ല മാസികയിൽ, ഇവരുടെ വാരികയിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതൊരാഴ്ച കഴിയുമ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പുറത്തു വരിക. അപ്പോൾ ശിവൻകുട്ടി പറയാ, എന്താ അതിന് കുഴപ്പം? ഞങ്ങൾ പണത്തിന് വേണ്ടി ചെയ്തതാണ്. അത് തന്നെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടിക്കൊടുപ്പിൻ്റെ രാഷ്ട്രീയം, ഈ ചീഞ്ഞു നാറുന്ന കൂട്ടിക്കൊടുപ്പിൻ്റെ പൊളിറ്റിക്കൽ പിമ്പിങ്ങിൻ്റെ രാഷ്ട്രീയം. പണത്തിന് വേണ്ടി വീട്ടിലുള്ളവരെ ചൂണ്ടിക്കാണിച്ചാൽ അവരെയും കൂട്ടിക്കൊടുക്കാൻ മടിക്കാത്ത ഈ പിമ്പിങ്ങിൻ്റെ രാഷ്ട്രീയം. എന്നിട്ട് ശിവൻകുട്ടി പറയാ, എന്താ പറയണേ? ഞാൻ നിലപാട് മാറ്റി. എത്ര വട്ടം തന്തയെ മാറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര വട്ടം മാറ്റും? ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഗോവിന്ദൻ എന്താ പറയുന്നേ? ഞങ്ങൾ RSSന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പിണറായി വിജയനും പറയാം. ഇപ്പം എന്താ? ഇപ്പം RSSകാരൻ്റെ വോട്ട് ഇനിയും വാങ്ങാം. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ രാജ്യദ്രോഹി. എപ്പോൾ? വോട്ട് കിട്ടാതെ വന്നപ്പോൾ. വോട്ട് ബാങ്ക് നഷ്ടമായപ്പോൾ അവൻ രാജ്യദ്രോഹി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശബരിമലയിൽ അയ്യൻ്റെ പൊന്ന് കട്ട് നടന്ന സഖാക്കള്, ആ സഖാക്കൾക്ക് കഞ്ഞിവെച്ച പിണറായി വിജയൻ, ആ സഖാക്കളെ ചിറകിനുള്ളിൽ സംരക്ഷിച്ച് പിടിച്ച പിണറായി വിജയൻ. എന്നിട്ടൊരു ഫോട്ടോ പുറത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുക. എന്നാൽ പിന്നെ ആരൊക്കെ ചോദ്യം ചെയ്യണം? വാസവനെ ചോദ്യം ചെയ്യണം. ഈ കഴിഞ്ഞ മണ്ഡലകാലത്ത് പോലും ശബരിമലയിലെ ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്ത്, DIG ശ്രീജിത്ത്, ആ പോലീസ് മേധാവി ശ്രീജിത്തിനെ ചോദ്യം ചെയ്യണ്ടേ? വാസവനെ ചോദ്യം ചെയ്യണ്ടേ? എന്തിന്? പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് നടത്തിയ പരിപാടിയിൽ നോട്ടീസിൽ പേരില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കണ്ടേ?
സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെ കാണണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്ക്. ഒറ്റയടിക്ക് ചെന്നങ്ങ് കാണാൻ പറ്റുമോ? എന്തൊക്കെ കടമ്പകൾ കടക്കണം അതിനകത്ത് പിണറായി വിജയനെ ഒന്ന് കാണണമെങ്കിൽ. ആ സെക്രട്ടേറിയറ്റിൽ കാര്യപരിപാടിയിൽ പേരില്ലാത്ത, നോട്ടീസിൽ പേരില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, താക്കോല് കൈമാറുന്നതും പിണറായി വിജയന് താക്കോല് കൈമാറുന്നതും ആരാ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാ. അപ്പം ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്യണ്ടേ? വിജിലൻസിന് ചോദ്യം ചെയ്യണ്ടേ? SITക്ക് ചോദ്യം ചെയ്യണ്ടേ? ഇപ്പം എന്താ പറ്റുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുക, ജനം ഒന്നടങ്കം ഒരു ഗൃഹസമ്പർക്ക പരിപാടി നടത്തി, പാത്രം കൈവീറ്റും, കക്കൂസ് കൈവീറ്റും, ക്ലോസറ്റ് കൈവീറ്റും, കുട്ടികളുടെ അപ്പി കൈവീറ്റും, ഡേപ്പർ മാറ്റിക്കൊടുത്തും ഒക്കെ ഒരു ഗൃഹസമ്പർക്ക പരിപാടി. അതുകൊണ്ടും കാര്യമുണ്ടായില്ല എന്ന് ആര് പറയുന്നു? സഖാക്കൾ തന്നെ പറയുന്നു. ഡൽഹിയിലുണ്ടായിരുന്ന ഒരു പൊട്ടനുണ്ട്, അഖിലേന്ത്യാ സെക്രട്ടറി എന്നാ പേര്. ആ പൊട്ടനെ അവിടുന്ന് വിളിച്ചു വരുത്തി പിണറായി വിജയൻ ഒരു പണി കൊടുത്ത്, അവിടെ ഇരിക്കണ്ട, അവിടെ വലിയ കാര്യമൊന്നുമില്ല, പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പേരിന് ഒരു അഖിലേന്ത്യാ സെക്രട്ടറി അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഡൽഹിയിൽ ഇരിക്കണ്ട, ഇവിടെ വാ, എന്നിട്ട് വീടുകളിൽ ചെന്ന് പാത്രം കഴുകി കൊടുക്കുന്ന് ആ പാവത്തിനോട് പറഞ്ഞു. ആ പാവം കയറിയിറങ്ങി, വീടുകൾ തോറും കയറിയിറങ്ങി പാത്രം കഴുകുക, ക്ലോസറ്റ് കഴുകുക, കുട്ടികളുടെ ഡേപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗൃഹസമ്പർക്കത്തിന് വരുന്നവർ നേരെ കയറിപ്പോകുന്നത് വീടിൻ്റെ അടുക്കളയിലേക്ക്. എന്നിട്ട് ആ പാത്രം കഴുകുന്ന ഫോട്ടോ എടുത്ത് സഖാക്കൾ പറയാ, ആരാധ്യ പുരുഷൻ. ജനങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല എന്ന് കരുതി ഫോട്ടോ വന്നപ്പോൾ തന്നെ ഫോട്ടോ ഇട്ടോന് പെട്ട് വേണ്ടില്ലായിരുന്നു എന്നായി. ഇപ്പം ശൈലജ PR വർക്കിൻ്റെയും അഴിമതിയുടെയും കൊള്ളയുടെയും കാപട്യത്തിൻ്റെയും ആൾരൂപമായ ഒരു ഫ്രോഡ് സ്ത്രീയാണ് ഈ ശൈലജ എന്ന് പറയുന്നത്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി KK ലതികയുടെ മക്കളിൽ നിന്നുണ്ടാക്കിയ കാഫിർ സ്ക്രീൻഷോട്ട് മുതൽ തുടങ്ങുന്നു. അതിനു മുമ്പ് PR വർക്കായിരുന്നു. കോവിഡ് കാലത്ത് PR വർക്കിന് പുറത്ത് 500 രൂപയുടെ PP കിറ്റ് 1500 വാങ്ങിയിട്ട് 500 കമ്പനിക്കും 1000 ശൈലജയുടെ ബാഗിലും. പോക്കറ്റില്ലാത്തതുകൊണ്ട് പോക്കറ്റ് എന്ന് പറയുന്നില്ല, മനസ്സിലായില്ലേ? ആ ശൈലജ പച്ച നുണ പറഞ്ഞിറങ്ങിയിരിക്കുന്നു. മണി എന്താ പറയുന്നത്? മണി പറയുന്നു പെൻഷൻ വാങ്ങി നക്കിയിട്ട് നന്ദി കാണിച്ചില്ല എന്ന്. ശൈലജ പോയി പറയാ അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ, രാഹുൽ പറഞ്ഞതുപോലെ ഒരു നാടകീയ വേർഷൻ. ഒറ്റയടിക്ക് മണി പറഞ്ഞതുപോലെ പറഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ശൈലജക്കറിയാം. അതുകൊണ്ട് ശൈലജ ഒന്ന് മയപ്പെടുത്തിയിട്ട് ഞങ്ങളാണ് എല്ലാം, ആര്? വിജയനാണ് കേരളത്തിൻ്റെ ഹോൾസെയിൽ തന്ത, നമ്മളൊക്കെ അടിമകളാണെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? മറുപടി മറ്റൊരു വാക്കിലുണ്ട്, അത് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അത് കൂടിപ്പോകുമെന്നുള്ളതുകൊണ്ട്.